ഹലോ എവരിവൺ. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ പറയുന്ന അക്ബർ പുറത്ത് എന്താണോ നടക്കുന്നത് അത് മണിമണിയായി സോഫയിലിരുന്ന് പറയുന്നു മക്കളെ. ആ പറയുന്ന രംഗം ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. ആദ്യം ഒരു കാര്യം പറയുകയാണ്, ഒരു പെണ്ണിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവളെ പിന്നിൽ പോയി എങ്ങനെയെങ്കിലും അവൾക്ക് നെഗറ്റീവ് വരണമെന്ന് മാത്രം ചിന്തിക്കുന്ന അക്ബർ. അതായത് നിങ്ങളെല്ലാവരും കണ്ടതാണ്, അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ആ വീട്ടിൽ ഗെയിം കളിക്കുന്ന ഒരൊറ്റ ഒരാളെന്ന് ഞാൻ പറയും. നെവിനാണെങ്കിൽ പിന്നെങ്കിലും ഓക്കെ. അക്ബറിന് എന്താണ്, അതായത് ഈ പറയുന്ന അനുമോളെ കണ്ടാലാവുന്നില്ല അക്ബറിന്. എന്തായാലും ഒരു പെണ്ണല്ലേ. അപ്പോൾ അങ്ങനെ അനുമോളെ കാണുമ്പോൾ മാത്രം നെഗറ്റീവ് അടിക്കുന്ന ഈ അക്ബർ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഓക്കെ, ആരെങ്കിലും അക്ബറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കാണണം. ഓക്കെ, എനിക്ക് ഒരു ഇതുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഉള്ളത് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്തൊക്കെ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു 2-3 മാസമൊക്കെ നമ്മളുടെ സംസാരം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കുറേയൊക്കെ ജനങ്ങൾക്ക് റിയലൈസ് ആവും നമ്മളെന്തായിരുന്നു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. കാരണം ഇതിനും വലിയ അലിഗേഷൻ കിട്ടിയ ഇവൻ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഭയങ്കര അലിഗേഷൻ, ഭയങ്കര പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എത്രയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇപ്പൊ എന്താടാ എന്തല്ലേ ഇതെങ്ങനെയാണ് അക്ബറിന് മനസ്സിലായത്? അതായത് അക്ബറിനും ഈ പറയുന്ന നെവിനും പുറത്ത് നെഗറ്റീവ് എന്ന് അക്ബറിന് എങ്ങനെ മനസ്സിലായി? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പുറത്ത് നടക്കുന്ന കാര്യം എങ്ങനെ ഇവർക്ക് അറിയുന്നു? അക്ബർ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തിന് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു? എന്തിന് അനുമോളുടെ പിന്നിൽ മാത്രം പോയി അനുമോളെ ശല്യപ്പെടുത്തുന്നു? അക്ബറിന്റെ വി ആർ എല്ലാം 4-5 ലക്ഷം രൂപയുടെ വി ആർ ആയിരിക്കും. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എത്ര രൂപയുടെ പി ആർ കൊടുത്താൽ, എത്ര ലക്ഷത്തിന്റെ കൊടുത്താലാണ്? അനുമോളുണ്ടല്ലോ 13 to 16 ഗ്യാപ്പില് പി ആർ കൊടുത്ത അനുമോള്. അത് കറക്റ്റ് ആണോ പറയണേ? എനിക്ക് അനുമോളിന്റെ ORM ഇപ്പൊ പണ്ട് വി ആർ ഇപ്പൊ ORM ആയ ആളെ നന്നായിട്ട് അറിയാം. ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട്. അനുമോളെ ഇതേ ORM എനിക്ക് വിളിച്ചു തന്നിട്ടുണ്ട്, കോള് പോവാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസില്. അപ്പൊ ഞാൻ ആ കോള് കിട്ടിയപ്പോഴേ അനുമോളോട് പറഞ്ഞതാ, പോണോ ചീഞ്ഞ് നാറും എന്തിനാ ഞാൻ അങ്ങോട്ട് ചോദിച്ചതുമാണ് അനുമോളോട്. അപ്പൊ എന്നോട് പറഞ്ഞു, അത് എന്നാലും ചേട്ടാ എനിക്ക് എങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പോകുന്നതിന് മുമ്പ് അനുമോളിനെ ഫോളോയും ചെയ്ത് വെച്ച്. അപ്പഴേ ഞാൻ ഉറപ്പിച്ചു, ഇത് അടി വരാതിരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഞാൻ പേഴ്സണലി അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നെവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ ബിഗ് ബോസിൽ ആരാണ് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് അവരെയാണ് ഞാൻ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്തത്. ആ നിലയ്ക്ക് ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഏറ്റവും അവസാനം 3 ദിവസമായിട്ട് അവിടെ മരണമാസമായി ഗെയിം കളിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് അനുമോൾ മാത്രമാണ്. നാളുകളിൽ അനീഷ് കളിച്ചാൽ ഞാൻ വിളിച്ച് പറയും, നാളുകളിൽ ഈ പറയുന്ന അക്ബറോ പിന്നെ നെവിനോ ആര് കളിച്ചാലും ഞാൻ വിളിച്ച് പറയും. നിലവിൽ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് അത് ഈ പറയുന്ന അനുമോൾ മാത്രമാണ്. അതിനെ PR മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മികച്ച രീതിയിൽ നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ ആരാണ് മികച്ച രീതിയിൽ കളിക്കുന്നത് അത് നമുക്ക് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ പൊന്നുമക്കളെ, ഏറ്റവും അവസാനം വന്ന ഒരു പ്രൊമോ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം. അതിനുശേഷം ആരാണ് പുറത്തു പോയതെന്ന് നമുക്ക് ക്ലിയറായി പറയാം. ഓക്കെ, ഇനി ബിഗ് ബാങ് വീക്കിലെ ഏറ്റവും അധികം സമ്മാനത്തുകയുള്ള ടാസ്ക്. മത്സരിക്കുന്നവർ പ്രധാന വാതിലിലൂടെ പുറത്തുപോയി ഒരേ മിനിറ്റിനുള്ളിൽ പണവുമായി തിരികെ എത്തണം. എത്തിയില്ലെങ്കിൽ പണവും നഷ്ടപ്പെടും. ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കപ്പെടുകയും ചെയ്യും. ഈ പ്രൊമോയുടെ താഴെ വന്ന ഒരു രസകരമായ കമൻ്റാണ്, 3 പേരും ഔട്ട് എന്നിട്ട് സാബുമോൻ വിജയ്. സത്യം പറഞ്ഞാൽ ചിരിയാണ് എനിക്ക് വന്നത്. അതായത് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ആരും പുറത്തായിട്ടില്ല എന്ന്. ഈ 3 പേർ പോയി കഴിഞ്ഞാൽ എന്താവും? അങ്ങനെ ബിഗ് ബോസ് മണ്ടനാണോ? ഒരിക്കലും പുറത്താക്കൂല. അഥവാ ഒരാളാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ആദില പോകാൻ ചാൻസ് ഉണ്ട്. ആദില എന്ന് പറയുന്നത് പണത്തോടുള്ള ആർത്തി, അതായത് പണത്തോടുള്ള ആർത്തിയിൽ എങ്ങനെയെങ്കിലും എടുത്ത് ആദില വരുമെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അതായത് ആദിലക്കും നൂറക്കും പൈസക്ക് നല്ല ആവശ്യമുണ്ട്. ആരോരുമില്ലെന്നല്ല, അവർ തന്നെയാണ് അങ്ങനെ ചെയ്തത്, അങ്ങനെ ജീവിച്ചത്. ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, ഇത് ലെസ്ബിയൻ കപ്പിളായത് കൊണ്ട് മാത്രമാണ് നൂറക്കും ആദിലക്കും ബിഗ് ബോസിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയത്.
പിന്നെ അതായത് അവർ അവിടെ അടി ഉണ്ടാക്കി പിരിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹൈപ്പിലേക്ക് നൂറ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഒന്നെങ്കിൽ അനുമോൾ കപ്പെടുക്കും അല്ലെങ്കിൽ അനീഷ് കപ്പെടുക്കും, അങ്ങനെയല്ല എല്ലാവരും പറയുന്നത്. ആദിലയും നൂറയും അടി ഉണ്ടായി കഴിഞ്ഞാൽ, പിരിഞ്ഞു കഴിഞ്ഞാൽ 100% നൂറക്കും കപ്പെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയും സപ്പോർട്ട് വരും. ഇപ്പോൾ നിലവിലൊരു ലെസ്ബിയൻ ആയതുകൊണ്ട് എല്ലാവരും, അതായത് ഇന്ത്യ രാജ്യമാണ്, ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഇടയ്ക്ക് പറയുന്നത്, അതായത് ചിലർ അവരെ കാണുന്നത് നെഗറ്റീവായിട്ടാണ്. എന്തല്ലേ പെണ്ണും ജീവിക്കുന്നു, അങ്ങനെയാണ് ചിലർ കാണുന്നത്. പൊന്നുമക്കളെ, പുറത്ത് വന്ന ആര്യന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് ഗിസൈലിനെ കിസ്സടിച്ചു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ആയതല്ലേ. അപ്പോൾ നമുക്ക് ആര്യനോട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അവിടെ സദാ പേടി എന്ന് പറയില്ല, ഈ ഹായ് മാറ്റി ബായ് എന്ന് പറഞ്ഞ ടീംസ് ഉണ്ട് പുറത്ത്. അവള് അത്ര ചൂണ്ടി കാണിച്ചപ്പോൾ പുറത്ത് അവളുടെ PR ഞാൻ പേടിച്ചു. ഐ എം ടച്ചിങ് ഷാനവാസ് അവിടെ. അപ്പൊ അവിടെ ഫസ്റ്റ് തുടക്കം ഇട്ട് അനുമോളാണ്. എന്നോട് സത്യം പറഞ്ഞാൽ പ്രത്യേകത ഇഷ്ടമുണ്ട് അവൾക്ക്. എനിക്കും തോന്നിയിട്ടുണ്ട് ഒരു ആൺകുട്ടീനെ കിട്ടിയില്ലെങ്കിൽ അയാളെ കൊല്ലാം. എന്തായിരുന്നു ബ്ലാങ്കറ്റിനകത്ത്? ബ്ലാങ്കിനകത്ത് 2 മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നു. ജിസേലിന്റെ അമ്മ ഒന്ന് പറഞ്ഞപ്പോ എന്തിനാ ബെഡ് മാറി കിടന്നു? അനുമോളും ആദിലേക്കും നൂരയ്ക്കും ഒരു ബെഡിൽ കിടക്കാം, ആരും ഒന്നും ജഡ്ജ് ചെയ്യാത്ത. അവിടെ സദാചാരില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആര്യന് അതിന് ഉത്തരം നൽകുന്നത് മക്കളെ. അപ്പോൾ എന്താണ് തുടർന്ന് ബിഗ് ബോസ് സംഭവിക്കുന്നത്? ഏറ്റവും അവസാനം കിട്ടുന്ന അപ്ഡേറ്റുമായി ഞാൻ ഉടൻ വരാം. ഓക്കെ, ബൈ.